കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു നോക്കാണ്ട സിറ്റുവേഷനിലൊക്കെ ആയിട്ടുള്ളതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് കുറേയധികം ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്ത് വരാമെന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു പേഴ്സൺ ഭയങ്കര ജെനുവൻ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴും നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പറയുന്ന പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾക്കറിയാം അത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേരെങ്കിലും അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നവരും ഉണ്ടാവാം. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിലായിരിക്കുമ്പം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് നിങ്ങളോട് ചിലപ്പോൾ ഭയങ്കര സ്വീറ്റായിട്ടും ഒക്കെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇവർ പുറമേ കാണിക്കുന്നതല്ല ഇവരുടെ ഉള്ളിലുള്ളത്. കാരണം നിങ്ങളെ പല രീതിയിൽ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. ഇവിടെ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ കുറേ പേരെങ്കിലും നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയുന്നതൊക്കെയും നുണയാണ്. പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒരു ചോദിക്കുന്ന സമയത്ത് പോലും അത് അത് നിങ്ങളെ അതായത് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിൽ ഇവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളോട് ഭയങ്കര കെയറിങ്ങും സ്വീറ്റായിട്ടും ഒക്കെ തന്നെ ബിഹേവ് ചെയ്ത് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ദേഷ്യപ്പെടാനായിട്ട് പോകുന്നൊരു സിറ്റുവേഷനിൽ പോലും നിങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവർക്ക് ശരിക്കും അറിയാം. അത് നിങ്ങൾ കുറേ പേരുടെയെങ്കിലും ഒരു കുറച്ച് പേരുടെയെങ്കിലും ഒരു തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൂടിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും, അല്ലെങ്കിൽ ഏത് ലെവൽ വരെ നിങ്ങൾ ഒന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ തന്നെ അത് ഏത് ലെവൽ വരെ പോകും, ആഹ് പിന്നെ മിണ്ടാണ്ടിരുന്നാൽ എത്ര ദിവസം മിണ്ടാണ്ടിരിക്കും, അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓവറോൾ എല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പമായിട്ടുണ്ടായിരുന്നിരിക്കാം. കാരണം എന്ത് പറഞ്ഞാലും നിങ്ങൾ ബിലീവ് ചെയ്യും. അങ്ങനെ നിങ്ങളെക്കുറിച്ച് എ ടു ഇസഡ് കാര്യങ്ങൾ അവർക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു പേഴ്സണാണ്. അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്കും കൂടി നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ അത് റിഗ്രറ്റ് മീൻസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പല കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ മറ്റു പലരോടും ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണോട്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ജെനുവിനായിട്ട് തുടക്കത്തിലൊക്കെ തന്നെ ഈ ഒരു പേഴ്സണെ വിചാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങളൊരു എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടിയും നിങ്ങൾ കുറേ പേരെങ്കിലും കുറച്ച് പേരൊക്കെ ഇപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പതിയെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറേ പേര് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വന്നാൽ മതി, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടണം എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ഇരിക്കും. പക്ഷെ അവർ വന്ന് സ്വീറ്റായിട്ട് ഭയങ്കര കൂളായിട്ടൊക്കെ ബിഹേവ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സ്വീറ്റായിട്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ പോലൊക്കെ നിങ്ങളോട് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചോദിക്കാൻ പോലും തോന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഭയങ്കര എന്താണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ഇത്രയും സ്നേഹം നിങ്ങൾക്ക് തരുന്ന സമയത്ത് അവർ ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കാം നിങ്ങളെ വീണ്ടും സമീപിച്ച് അല്ലെങ്കിൽ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ദേഷ്യപ്പെടാൻ, ഇക്കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവർ പിണങ്ങി പോവോ, അപ്പോൾ അത്രയും ദിവസം പിന്നെയും മിണ്ടാണ്ടിരിക്കേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് എത്രത്തോളം അവർ നിങ്ങളുടെ ലൈഫിൽ സ്റ്റേ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നിങ്ങളാണ് കൂടുതൽ റിലേഷനിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. സത്യം ഒരു എനർജിയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു സമയത്ത് അവരവരുടെ അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ വേറൊരു പേഴ്സൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒരു മറ്റു പ്രേമബന്ധമായിട്ട് പോയതാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പാകത്തിന് മറ്റു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഒരു റിഗ്രറ്റ് അവർക്ക് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ടൈഡ് അപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവരിപ്പോഴത്തെ. അവരെന്ത് ചെയ്താലും നിങ്ങളിൽ നിന്നും പോയതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളതിനെ എന്താണ് ചോദിക്കാതെ ഒന്നും തന്നെ. പക്ഷെ നിങ്ങൾക്കൊരു പരിധി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും നാളും ഭയങ്കര സ്വീറ്റായിട്ട് നിങ്ങൾ നിന്നിട്ട്
നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്ത സമയത്ത് അവരതും പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങളിൽ നിന്ന് റിലേഷൻഷിപ്പിനൊരു എന്താണ് ഒരു ബൈ പറഞ്ഞ് ചിലപ്പോൾ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും കുറച്ച് പേരെങ്കിലും വീണ്ടും നിങ്ങൾ പുറകെ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ്ടും നിങ്ങൾ പുറകെ ചെന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് അവരാണെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാനായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നിരിക്കണം. നിങ്ങളെ ചിലപ്പോൾ ഒരു പ്രതികരിച്ച് പോയിട്ടുണ്ടായിരുന്ന അസഹ്യമായിട്ട് പ്രതികരിച്ച് പോയിട്ടുള്ള ഒരു സമയം നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളോട് ബൈ പറഞ്ഞ് പോവാനായിട്ട് ഇരിക്കുന്ന അതൊരു റീസൺ ആക്കി അവർ മാറ്റിയിട്ടുണ്ടാവണം. എന്നിട്ടും നിങ്ങൾ കുറേ പേര് പുറകെ ചെന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവർ ആ ഒരു സമയത്തൊന്നും തന്നെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ഒട്ടും തന്നെ ഒരു എന്താണ് ഇഷ്ടം പ്രകടിപ്പിച്ച് കാണില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ടയർഡ് അപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം അവർ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. പല കാര്യങ്ങളും അവർ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിയോട് കൂടെ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് മറ്റൊരു റിലേഷൻഷിപ്പിൽ പെട്ട് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലരെങ്കിലും അതല്ലാതെ എന്തായാലും ഇവിടെ ഒരു പേഴ്സൺ ആണ്. ഒരു തേർഡ് പാർട്ടി എന്നുള്ളൊരു എനർജിയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ എക്സ്പെക്ട് ചെയ്തൊരു ലൈഫ് അല്ലായിരിക്കാം ഈ ഒരു സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ലൈഫ് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെന്തിനാണോ നിങ്ങളെ വിട്ടിട്ട് പോയത് ആ ഒരു കാര്യമൊന്നും സാധിക്കാതെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം തോന്നുകയാണ്. നിങ്ങളെ വിഷമിപ്പിച്ചത് കൊണ്ടാണ് അവരുടെ ലൈഫ് ഇങ്ങനായി പോയത്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഇങ്ങനെ ലൈഫ് പോകുന്നത്. ഇത്രത്തോളം നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതെന്നൊക്കെ അവർ കരുതുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അവിടെ ഫോർ സ്വാർട്സ് എനർജിയൊക്കെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാടായിട്ട് വരുന്നുണ്ട്. അത് ആ ഒരു ടൈമിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറേ അധികമായിട്ടുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. തിരികെ വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഓവർകം ചെയ്ത് ഇനി എങ്ങനെ വരുമെന്നാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. പക്ഷേ എന്നാൽ അത് ഓവർകം ചെയ്ത് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി അതിന് വേണ്ടിയിട്ടൊരു സമ്മതിക്കാത്ത ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ പോയ സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു ട്രോമ ബോണ്ടിങ് പോലെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു കുറേ പേരെങ്കിലും. ഇപ്പോഴും കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇൻ കേസ് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോൾ ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ മറ്റൊരു പേഴ്സണിനോടൊപ്പം പോയി അല്ലെങ്കിൽ അങ്ങനെ പോയി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ വേണം. അതിൽ ചിലപ്പോൾ കുട്ടികളുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് റീസൺ ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ അവർ തിരികെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും. പക്ഷേ അങ്ങനെ ഒരു എനർജി കാരണം എന്ത് തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് അവർ ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും വന്നാൽ വരട്ടെ ഇനി വരുമ്പോൾ ബാക്കി നോക്കാം എന്ന് കരുതിയിരിക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ട് സെക്ഷനോ അതായത് രണ്ട് രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു രണ്ട് രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും തന്നെ അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഇതുവരെ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ അതായത് ഇവർ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ തിരികെ വരണം എന്ന് തന്നെ ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു എനർജി എന്നോണം ഫലം എന്നോണം ആയിരിക്കണം ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ അതിയായിട്ട് നിങ്ങളുടെ ഓർമ്മകളാണ് വരുന്നത്. അവർ കമ്പയർ ചെയ്യാണ് അവരുടെ ഇപ്പോഴത്തെ ലൈഫും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലൈഫും തമ്മിൽ. സോ അപ്പോൾ സിക്സ് ഓഫ് പെൻറ്റാക്കിൾസ് എനർജിയൊക്കെ കാണിച്ചു തരുന്നത് എത്രത്തോളം പ്രേഷ്യസ് ആയിരുന്നു, എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു നിങ്ങളെന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ളൊരു ലൈഫ് അവർക്ക് ഒട്ടും തന്നെ അവർ കംഫോർട്ടബിൾ അല്ലായിരിക്കാം. നിങ്ങളുടെ അടുത്തെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ. എന്നിട്ട് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ എന്താണ് അവരോടൊരു ഒരു രീതിയിലും അതായത് മാക്സിമം നിങ്ങൾ സഹിട്ടപ്പോഴായിരിക്കണം നിങ്ങളെ പ്രതികരിച്ചത് പോലും. പക്ഷെ അതൊക്കെ അവർ ഓർത്ത് നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെങ്കിൽ അവർക്ക് അവരായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരുന്നു നിങ്ങളുടെ കൂടെയുള്ള ഓരോ മൊമെൻറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഫ്യൂച്ചറിൽ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് എല്ലാം കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ളൊരു താമസം കാണുന്നത്. പക്ഷേ ഒരു പേഴ്സൻ്റെ മനസ്സ് നിറച്ചും തിരികെ വരാനായിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള പേഴ്സൺസൊക്കെ തിരിച്ചു വരുമ്പോൾ അതായത് നിങ്ങളെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇനി ഒരു ചാൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വ്യക്തികളെക്കുറിച്ചിട്ട് നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് ഒരു ധാരണ ഉണ്ടാവുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതുവരെ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിസിഷൻ ആലോചിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക.